നമസ്കാരം. കാണാതാകുന്നു, പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. കൊലയ്ക്ക് പിന്നിൽ ആൺസുഹൃത്ത്. ഒരു മാസം മുൻപായിരുന്നു മലയാറ്റൂരിൽ 19-കാരിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെ നാം കേട്ടത്. കൃത്യം ഒരു മാസം പിന്നിട്ടപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു കൊലപാതക വാർത്ത കൂടിയാണ് മലപ്പുറത്ത് നിന്ന് ഇന്ന് പുറത്തു വന്നത്. കൊല്ലപ്പെട്ട 14-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമായ പീഡനത്തിന് ഇരയായെന്നാണ് പോലീസ് പറയുന്നത്. പീഡന വിവരം അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയായ 16-കാരൻ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത്. 14-കാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് പോലീസ് കണ്ടെടുത്തത്. പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ അധികം ദൂരമുള്ള വാണിയമ്പലത്തിനടുത്തുള്ള കാട് മൂടിയ പാണ്ടിക്കാട് റെയിൽവേ ട്രാക്കിനടുത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. യൂണിഫോമായിരുന്നു മൃതദേഹത്തിലുണ്ടായിരുന്നത്. കഴുത്ത് ഞെരിച്ച പാടും ശരീരത്തിലുണ്ടായിരുന്നു. യൂണിഫോമിൽ ഇന്നലെ സ്കൂളിന് മുന്നിലെത്തിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. വൈകിട്ട് കുട്ടി മടങ്ങി വരാതിരുന്നപ്പോഴാണ് കാണാതായ വിവരം കുടുംബം അറിയുന്നത്. തുടർന്ന് വൈകിട്ട് തന്നെ കുട്ടിയുടെ മാതാവ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു. പെൺകുട്ടിയെ നേരത്തെ ശല്യപ്പെടുത്തിയ വിവരമുള്ളതിനാൽ 16-കാരന് സംശയമുണ്ടായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടന്നതിനിടെ 16-കാരൻ തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷന് 300 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലും എത്തിയിരുന്നു. ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതിയുടെയും ഇരയുടെയും പ്രായം 18 വയസ്സിൽ താഴെ ആയതിനാലാണ് ഇരുവരുടെയും വ്യക്തിവിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കാത്തത്. പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ 16-കാരനാണ് പ്രതി. പെൺകുട്ടിയെ കാണാതായെന്ന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മൃതദേഹം കാണിച്ചു കൊടുത്തതും പ്രതിയാണ്. പോലീസ് 16-കാരനുമായി സ്ഥലത്തെത്തിയപ്പോഴാണ് പരിസരവാസികളും വിവരമറിയുന്നത്. മൃതദേഹത്തിനടുത്ത് തന്നെ സ്കൂൾ ബാഗും ചെരുപ്പുകളും ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി. പെരുമാറ്റത്തിൽ അസാധാരണമായി ഒന്നും കണ്ടില്ലെന്ന് ഉറ്റവർ പറയുന്നു. വൈകിട്ട് പതിവ് സമയത്ത് തിരിച്ചെത്താതിരുന്നതോടെ അന്വേഷണമായി. അപ്പോഴാണ് പെൺകുട്ടി രാവിലെ സ്കൂളിൽ എത്തിയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ആശങ്കയിലായ വീട്ടുകാരും നാട്ടുകാരും പോലീസിനെ വിവരം അറിയിച്ചു. തിരച്ചിലും തുടങ്ങി. കരുവാരക്കുണ്ടിലും പരിസരങ്ങളിലുമെല്ലാം രാത്രി മുഴുവൻ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വൈകിട്ട് 6 മണിയോടെ പെൺകുട്ടിയുടെ ഫോൺ ഓണായിരുന്നു. അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. താൻ ഉടൻ തിരിച്ചെത്തുമെന്ന് പെൺകുട്ടി പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വീടിനടുത്ത് എത്താറായി എന്നായിരുന്നു മറുപടി. പിന്നീട് ഫോണിൽ കിട്ടിയില്ല. ഫോൺ വന്നതിന് പിന്നാലെ വീട്ടുകാരും പോലീസും പരക്കം പാഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് പലരോടും സംസാരിച്ചു. ഒടുവിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ 16-കാരനിൽ കണ്ണുടങ്ങി. പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്തതിന് 2 തവണ വീട്ടുകാർ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. +1 വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ എല്ലാത്തിനും ഉത്തരം ലഭിക്കുകയായിരുന്നു. കൂടുതൽ സംസാരിച്ചപ്പോൾ ബലാത്സംഗം നടന്നെന്നും പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നും ഇയാൾ സമ്മതിച്ചു. പോലീസ് പ്രതിയുമായി അതിവേഗം തന്നെ കൃത്യം നടന്ന സ്ഥലത്തെത്തി. കരുവാരക്കുണ്ടിൽ നിന്ന് 10 കിലോമീറ്ററിലധികം അകലെയാണ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. ബൈക്കിൽ റെയിൽവേ ട്രാക്കിനരികിൽ എത്തിയ ശേഷം അവിടെ നിന്ന് നടന്നു വന്നിരിക്കാമെന്ന നാട്ടുകാർ പറയുന്നത്. ഒട്ടും ആൾപെരുമാറ്റമില്ലാത്ത ദുർഘടമായ സ്ഥലത്ത് പെൺകുട്ടി എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. കൊലപാതകത്തിന് ശേഷം 16-കാരൻ സമീപത്തെ വീട്ടിലെത്തി വെള്ളം വാങ്ങി കുടിക്കുകയും ഫോൺ ചെയ്യുകയും ചെയ്തിരുന്നു. വണ്ടൂരിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ 16-കാരൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഈ സമയത്ത് 16-കാരൻ്റെ കയ്യിൽ ചോരയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തനിക്ക് വീണ് പരിക്കേറ്റ് സംഭവിച്ചതാണെന്നാണ് ഇയാൾ മറുപടി നൽകിയത്. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാനാവില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. 16-കാരൻ നേരത്തെ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം എതിർത്തതിനാണ് ഭീഷണിപ്പെടുത്തിയത്. പ്രതി ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് അധ്യാപകരും പറയുന്നു. ഇയാൾ ചെറിയ ജോലിക്ക് പോയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് പ്രതി കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടുകാർ അടുപ്പത്തിൽ നിന്ന് വിലക്കിയതോടെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചാണ് 16-കാരൻ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരികെ പോയതും.